പ്രൈസ് ദി ലോർഡ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. ഇമ്മാനുവേൽ പ്രയർ മിഷന്റെ ഉറവ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് അവർക്കും ഹാർദവമായ സ്വാഗതം. കർത്താവിൽ പ്രിയരെ, കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ വിശ്വാസ ജീവിതത്തിൽ നിന്ന് ദൈവദാസന്മാർക്ക് കടന്നു വന്ന പ്രതികൂലങ്ങളെയും പ്രതിസന്ധികളെയും അവരെ പ്രകാരം തരണം ചെയ്തു. അതിനെ എങ്ങനെ അതിജീവിക്കുവാൻ കഴിഞ്ഞു, അതിലൂടെ അവർക്ക് ലഭിക്കപ്പെട്ട സന്തോഷം, അവർക്ക് ലഭിക്കപ്പെട്ട ആരോഗ്യം, സൗഖ്യം, സമാധാനം, വിശ്വാസം, പ്രത്യാശ, അതൊക്കെ നമുക്ക് കാണുവാൻ കഴിയും. ഈ മരുഭൂ പ്രയാണത്തിൽ, കലുഷിതമായ ജീവിതത്തിൽ അനേക പ്രശ്നങ്ങളാൽ സങ്കീർണമാണ്. ഓരോ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ, മാധ്യമങ്ങളിലൂടെ വരുന്ന അനുഭവങ്ങളൊക്കെ ഞെട്ടിക്കുന്ന കഥകളാണ്. സമാധാനമില്ലാത്ത അവസ്ഥകളിലൂടെ മനുഷ്യൻ കടന്നു പോകുന്നു. എവിടെയും അസമാധാനങ്ങളും അസ്വസ്ഥതകളും രോഗങ്ങളാലും ഭാരങ്ങളാലും മനുഷ്യനെന്ന് വളരെ ത്യാഗങ്ങളും ഭാരപ്പെടുമ്പോൾ ദൈവത്തിൽ പ്രത്യാശ വെക്കുന്ന പ്രിയമുള്ളവരെ, ദൈവം നിങ്ങളെ ഇതുവരെയും കാത്ത് പരിപാലിച്ചതോർ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം ധാരാളമായിട്ട് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആരോഗ്യവും സൗഖ്യവും തന്ന ദൈവം നടത്തുന്ന കൃപയോർ ദൈവത്തെ സ്തുതിക്കുന്നു. നൽകി തരുന്ന എല്ലാ കൂട്ടായ്മകൾക്കും, നൽകുന്ന എല്ലാ പ്രോത്സാഹനങ്ങൾക്കും നന്ദി പറയുന്നു. ഓരോ പ്രിയപ്പെട്ടവരും കണ്ടതിന് ശേഷം നൽകുന്ന നല്ല അഭിപ്രായങ്ങൾക്കെല്ലാം ഒരിക്കൽ കൂടെ നന്ദി പറയുകയാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഒരു വിശ്വാസ ജീവിതത്തിലായിരിക്കുന്ന ഒരു ഭക്തനായ മനുഷ്യൻ, ഒരു കുടുംബത്തിൻ്റെ നാഥനാകട്ടെ, ഒരു കുടുംബിനിയാകട്ടെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും സംയോജിപ്പിച്ചുകൊണ്ട്, കുടുംബങ്ങളെ പരിചരിച്ചുകൊണ്ട്, പരിപാലിച്ചുകൊണ്ട് ഉന്നതമായിരിക്കുന്ന അനുഗ്രഹങ്ങളെ പ്രാപിക്കണമെന്ന് ആഗ്രഹിച്ച് മുൻപോട്ട് കടന്നു പോകുമ്പോൾ അവിടെയൊക്കെയും ജീവിതത്തിൽ പ്രയാസങ്ങൾ കടന്നു വരാറുണ്ട്, തളർന്നു പോകാറുണ്ട്, വീഴ്ചകളും താഴ്ചകളും വരാറുണ്ട്. അപ്പോൾ നമ്മൾ ആശ്രയിക്കുന്നത് ദൈവത്തിൽ ആശ്രയം, ദൈവവചനത്തിൽ നമ്മൾ ആശ്രയിക്കുക. 91 സങ്കീർത്തനത്തിൽ 14 വാക്യത്തിൽ വായിക്കുമ്പോൾ, വിളിച്ചപേക്ഷിക്കുന്ന നാളിൽ ഞാൻ നിനക്ക് ഉത്തരം തരും, കഷ്ടകാലത്ത് ഞാൻ കൂടെ ഇരുന്ന് നിന്നെ വിടിവിക്കും. അപ്പോൾ വിടിവിക്കുന്ന ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മൾ അനുഭവിച്ച് അറിഞ്ഞുകൊണ്ട് ഈ മരുഭൂമിയിൽ മുന്നോട്ട് കടന്നു പോകുമ്പോൾ ചില ഭക്തന്മാർക്ക് ദൈവം വാഗ്ദത്തം ചെയ്തത് എങ്ങനെ പ്രാപിക്കാൻ കഴിഞ്ഞു, എങ്ങനെ നേടിയെടുത്തു, അവർ എങ്ങനെയാണത് പിടിച്ചെടുത്തത്, അതിനെക്കുറിച്ചാണ് ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. ഇന്നത്തെ എൻ്റെ വിഷയം പിടിച്ചെടുക്കുന്ന അനുഭവങ്ങളെ കുറിച്ചാണ്, അല്ലെങ്കിൽ കൈവശപ്പെടുത്തുക. അതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം, കൈവശപ്പെടുത്തുക. അതിനാധാരമായിട്ട് ഒരു വാക്യം ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. സംഖ്യാപുസ്തകം 13 അധ്യായത്തിൻ്റെ 30 വാക്യം. എന്നാൽ കാലേബും മോശയുടെ മുൻപാകെ ജനത്തെ നിർത്തി, നാം ചെന്നത് കൈവശപ്പെടുത്തുക, ജയിപ്പാൻ നമുക്ക് കഴിയും എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, അനേക ദൈവദാസന്മാരിലൂടെ അനേക സന്ദർഭങ്ങളിൽ വായിച്ചു കേൾക്കപ്പെട്ട ദൈവത്തിൻ്റെ വചനമാണ്. ഇതൊക്കെ വായിക്കും തോറും നമ്മുടെ ജീവിതത്തിൽ പ്രത്യാശ വർദ്ധിക്കുകയാണ്. പുതിയ അതേ ആശയങ്ങൾ നമുക്ക് വരികയാണ്, പുതിയ കാഴ്ചപ്പാടുകൾ ലഭിക്കപ്പെടുകയാണ്. നമ്മൾ തളർന്നു പോകുന്ന വേളകളിൽ നമുക്ക് നൽകുന്ന ഒരു പ്രത്യാശയുടെ കിരണങ്ങളാണ്. ആത്മാവിൽ പ്രചോദനം നൽകിക്കൊണ്ട് ആത്മീയമായ വളർച്ചയിലേക്ക് നയിക്കപ്പെടുവാൻ കഴിയുന്ന ദൈവികമായ ശക്തിയുടെ അനുഭവങ്ങളാണ് ഈ വാക്യശകലങ്ങൾ. ഇവിടെ ദൈവത്തിൻ്റെ ദാസൻ പറയുകയാണ്, നമ്മളത് കൈവശപ്പെടുത്തുക തന്നെ ചെയ്യും. ഇവിടെ വായിച്ചതായിരിക്കുന്ന വേദഭാഗം യോശുവ, കാലേബ്, ഗോത്രപിതാക്കന്മാരായ മറ്റ് 10 പേരടങ്ങുന്ന ഒരു സംഘത്തെ, മോശ പിതാവായിരിക്കുന്നവരുടെ അബ്രഹാമിനോട് ദൈവം വാഗ്ദാനം ചെയ്തായിരിക്കുന്ന ഒരു കനാൻ ദേശമുണ്ട്. ആ കനാൻ ദേശത്തിൻ്റെ അനുഭവങ്ങളെക്കുറിച്ചും അതിൻ്റെ വിസ്തൃതികളെക്കുറിച്ചും അവിടുത്തെ കൃഷികളെക്കുറിച്ചും ഫലങ്ങളെക്കുറിച്ചും ജനതകളെക്കുറിച്ചും സാമൂഹികമായിട്ട് അവരുടേതായിരിക്കുന്ന ഇടപാടുകളെക്കുറിച്ചൊക്കെ തിരിച്ചറിയേണ്ടതിനു വേണ്ടി 12 പേര് ഈ യാത്രയെ, ഈ 12 പേരടങ്ങുന്ന ഒരു കൂട്ടം ആ ദേശം ഉറ്റുനോക്കാൻ പോയി. അവരുറ്റുനോക്കാൻ പോയി ആ ദേശത്ത് നിന്നും ചില ഫലങ്ങളൊക്കെ കൊണ്ടുവന്ന് ജനങ്ങളെയെല്ലാം വിളിച്ചു പറഞ്ഞു. എല്ലാവരും ഓരോ വ്യക്തികളോടും മോശ ചോദിച്ചു, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഈ 10 ഗോത്രവും ഒരുമിച്ച് നിന്നിട്ട് പറഞ്ഞു, അനാക്യമല്ലന്മാരാണ്, അവർ ശക്തന്മാരാണ്,
നിഷ്ഠൂരന്മാരാണ്. അവരുടെ ദേശത്ത് നമുക്ക് കാലിക്കുത്താനോ ആ ദേശത്ത് കൈയടക്കാനോ അവിടെ നമുക്ക് ചെന്ന് പാർക്കാനോ അവിടുത്തെ വെള്ളം കുടിക്കുവാനോ അവിടുത്തെ കൃഷിഫലം കഴിക്കുവാനോ ഒന്നും സാധ്യമല്ല. കാരണം അത്ര ശക്തന്മാരായ അനാഖ്യമല്ലന്മാരുടെ നാടാണ്. അപ്പൊ ഇത് കേട്ടപ്പോൾ ജനമൊക്കെയും വളരെ ഭാരപ്പെട്ടു. ഒരു ഭാഗത്ത് വാഗ്ദത്തമുണ്ട്, എങ്ങനെ കടന്നു പോകും? വളരെയധികമായ ഭാരത്തോടു കൂടെ നിൽക്കുമ്പോൾ 2 പേർ അവർ മുൻപോട്ട് കടന്നു വന്ന ജനത്തിന്റെ നടുവിൽ നിന്നിട്ട് മോശയോട് ജനത്തോട് പറയുകയാണ്, ദൈവം അനുവദിക്കുന്ന പക്ഷം നമ്മൾ അവിടെ ചെല്ലും, ആ ദേശം നമ്മൾ കൈവശപ്പെടുത്തും. ഇത് കാലേബിന്റെ വാക്കാണ്. അന്ന് കാലേബിന് 40 വയസ്സ് പ്രായമാണ്. യഹൂദ ഗോത്രത്തിൽ ജനിച്ചവൻ, ഹിരിസ്യനായിരിക്കുന്ന യെഫുന്നയുടെ മകനായിരിക്കുന്ന കാലേബ് തന്റെ ജീവിതത്തിൽ, തന്റെ വിശ്വാസത്തിൽ, തന്റെ പ്രത്യാശയിൽ ഒരിക്കലും നടക്കില്ല എന്ന് സർവ്വജനങ്ങളും പറഞ്ഞപ്പോൾ ഈ 2 വ്യക്തികളിൽ ഒരാൾ ഉറച്ചു പറയുകയാണ്, നമ്മൾ അത് കൈവശപ്പെടുത്തും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇത് കേട്ടതായിരിക്കുന്ന സർവ്വജനങ്ങളും ഒറ്റുനോക്കാൻ പോയതായിരിക്കുന്ന 10 ആളുകളും ഈ പറഞ്ഞതായിരിക്കുന്ന കാര്യങ്ങൾ അസംബന്ധമാണ്, ഇത് വിരോധമായ വാക്കുകളാണ് എന്ന് പറഞ്ഞ് അവരെ കല്ലെറിയണമെന്ന് ശക്തമായിട്ട് അവര് വായിച്ചു. 14:26, 12:24. അപ്പോൾ ശക്തമായിരിക്കുന്ന എതിർപ്പുകൾ കൂടെ നിന്നതായിരിക്കുന്ന ആളുകളിൽ നിന്നുണ്ടായി. മുൻപിൽ അനുഗ്രഹത്തിന്റെ വാഗ്ദത്തമാണ്. നിങ്ങൾ ചെയ്യാത്ത കൃഷിയുടെ ഫലങ്ങൾ നിങ്ങൾ അവിടുന്ന് അനുഭവിക്കും. നിങ്ങൾ കുഴിക്കാത്ത കിണറ്റിലെ വെള്ളം നിങ്ങൾ കുടിക്കും. നിങ്ങൾ വെക്കാത്ത വീട്ടിൽ നിങ്ങൾ പാർക്കും. നിങ്ങൾ സഞ്ചരിക്കാത്ത വാഹനങ്ങളിൽ അവിടെ സഞ്ചരിക്കും. നിങ്ങൾ ഇവിടെ ധരിക്കാത്ത അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ വസ്ത്രങ്ങൾ നിങ്ങൾ ധരിക്കും. ദൈവികമായിരിക്കുന്ന വാഗ്ദത്തം അബ്രഹാമിനോടുള്ളത്, തന്റെ മക്കൾക്കുള്ളത് അവകാശമായിട്ട് മുൻപിൽ കിടക്കുമ്പോൾ അത് പ്രാപിക്കുവാൻ തക്കവണ്ണം യോശുവ ശക്തനായിട്ട് നിൽക്കുമ്പോൾ, യോശുവയും കാലേബും നിൽക്കുമ്പോൾ, നീ ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്, നിന്റെ ഉള്ളംകാല് ചവിട്ടുന്ന ദേശം ഞാൻ തരുമെന്ന് വാഗ്ദത്തമുള്ളപ്പോൾ ഇവിടെ കൂടെ നിൽക്കുന്നവർ ഇവരെ കൂടെ ചതിക്കുന്ന വാക്കുകളാണ് പറഞ്ഞത്, അവരെ കല്ലെറിയണം എന്ന്. നമുക്കറിയാം, 27-ാമത്തെ സങ്കീർത്തനം 2-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ, ശത്രുക്കളും ദുഷ്കർമ്മികളുമായിരിക്കുന്നവർ എൻ്റെ മാംസം തിന്നുവാൻ. അപ്പോൾ ഈ സഹോദരന്മാർ ഇവർക്കെതിരെ നിന്ന് പോരാടുമ്പോൾ അത് മറ്റാരുമല്ല, അത് അയൽവാസികളല്ല, സഭയിലെ ആളുകളല്ല, സാമൂഹ്യമായ പ്രവർത്തകരല്ല, പിന്നെ കൂടെ നിൽക്കുന്ന നിന്റെ കുടുംബത്തിലെ ആളുകൾ തന്നെയാണ് നിന്റെ അനുഗ്രഹത്തിന് തടസ്സം. ചില വാഗ്ദത്തം നിന്റെ മേലുണ്ടെങ്കിൽ, വാഗ്ദത്തം ദൈവം നിനക്കായി ഒരുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ, അത് പ്രാപിക്കുവാൻ നീ മുന്നോട്ട് കാലെടുത്ത് വെക്കുമ്പോൾ നിന്റെ പിന്നിൽ നിന്നുകൊണ്ട്, നിന്റെ പുറകിൽ നിന്നുകൊണ്ട് നിന്നെ കുത്തി വീഴ്ക്കുകയാണ്. അവരുടെ സതുദ്ദേശം എന്താണ്? നീ അത് പ്രാപിക്കാൻ പാടില്ല, അവിടെ നീ ചെല്ലാൻ പാടില്ല, അത് കൈവശം എടുക്കാൻ പാടില്ല, അവിടുത്തെ നന്മ നീ എടുക്കരുത്, അവിടുത്തെ വെള്ളം നീ കുടിക്കരുത്, അവിടെ നീ നല്ല വാഹനത്തിൽ സഞ്ചരിക്കരുത്, നിന്റെ ജീവിതത്തെ തകർത്ത് കളയുവാൻ നിന്റെ കൂടെ നിൽക്കുന്നവർ നിന്നെ ചതിക്കുവാൻ വേണ്ടി നിൽക്കുന്നവരാണ്. പലപ്പോഴും ഇന്നും നടന്നുകൊണ്ടിരിക്കുന്ന അനുഭവങ്ങൾ ഇത് തന്നെയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ചുറ്റുപാടുകളിൽ നമ്മൾ നോക്കുമ്പോൾ ഇതുപോലുള്ള അനേക അനുഭവങ്ങളുണ്ട്. ഇന്ന് പകൽക്കാലം നാം ഒരു നിമിഷം ഈ കാലേബിനെ പോലെ നമുക്കൊന്നായി തീരാം. ഞാനൊരു കാലേബായി മാറാൻ പോവുകയാണ്. ദൈവം എനിക്കൊരു വാഗ്ദത്തമുണ്ട്. ആ വാഗ്ദത്ത ദേശത്തേക്ക് ഞാൻ പോവുകയാണ്. അത് ലഭിക്കപ്പെടുമെന്നും അത് പിടിച്ചെടുക്കാൻ കഴിയുമെന്നും എൻ്റെ വിശ്വാസമാണ്. വിശ്വാസം എന്നതോ ആശയുറപ്പും കാണാത്ത കാര്യത്തിൻ്റെ നിശ്ചയമാണ്. ആ നിശ്ചയം പ്രാപ്തീകരിക്കുന്നതിന് വേണ്ടി ഞാൻ എന്നെ തന്നെ ഒരുക്കിക്കൊണ്ട്, എന്നെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് കടന്നു പോകുമ്പോൾ ശത്രു പോരാടും.
കൂടെയുള്ളവർ പോരാടും. എതിർശക്തികൾ പോരാടും. വാക്കുകൊണ്ട്, പ്രവൃത്തി കൊണ്ട്, ചെയ്തികൾ കൊണ്ട്, നോട്ടം കൊണ്ട് നിന്നെ ഇല്ലായ്മപ്പെടുത്തുവാൻ നിന്റെ കുടുംബത്തെ, നിന്റെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തെ, അവരുടെ ആരോഗ്യത്തെ, അവരുടെ സൗഖ്യത്തെ, അവരുടെ സൗന്ദര്യത്തെ ഏത് വിധത്തിലും തകർത്ത് കളഞ്ഞ് ശത്രു ജയം എടുക്കുവാൻ കാത്തിരിക്കുമ്പോൾ ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന കലേബോ തന്റെ ദൈവമായ യഹോവയിൽ ആശ്രയിച്ചു. അതെ, ഇന്ന് പകൽക്കാലം നമുക്ക് ആ ദൈവത്തിൽ ആശ്രയിക്കാം. ആ കാലേബിനെ പോലെ ദൃഢനിശ്ചയത്തോടെ നമുക്ക് മുന്നേറാം. ദൈവം സഹായിക്കട്ടെ. ഞാൻ എൻ്റെ വാക്കിൽ കൂടി അവസാനിപ്പിക്കുകയാണ്. അടുത്ത ആഴ്ചയിൽ തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് ചിന്തിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ കൂടി അവസാനിപ്പിക്കുകയാണ്. നമുക്ക് നിമിഷം പ്രാർത്ഥിക്കാം. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, കാലേബിനെ പോലെ നിങ്ങൾ നന്മയ്ക്ക് വേണ്ടി വാറ്റത്തം നിങ്ങളുടെ ശിരസിൽ കിടക്കുമ്പോൾ കാലെടുത്ത് വെച്ച് അവിടേക്ക് പോകുവാൻ വേണ്ടി നിങ്ങൾ ഒരുങ്ങുമ്പോൾ നിങ്ങളെ തകർക്കുന്ന ഒരു ശക്തിയുണ്ട്. ദൈവിക വാഗ്ദത്തം നമ്മളിലുള്ളവരെ തകർക്കാൻ കഴിയില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം ബലപ്പെടുത്തട്ടെ. കരുണയുള്ള ദൈവമേ, ക്രിസ്തു പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പകൽക്കാലം വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കും. ജോലികളായി കഴിയുന്നവരുണ്ട്, ഭാരമുള്ളവരുണ്ട്, പ്രയാസമുള്ളവരുണ്ട്. ഈ ദിവസങ്ങളിൽ അങ്ങനെ ഓരോ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവരെ ദൈവം ആശ്വസിപ്പിക്കണം. ജോലിയോടുള്ള ബന്ധത്തിൽ സ്വദേശത്തും വിദേശത്തും ഗൾഫിലും യൂറോപ്പിലും അമേരിക്കൻ നാടുകളിലും ഒക്കെ ജോലി ചെയ്യുന്നവരുണ്ട്. പഠിക്കാൻ പോയ കുഞ്ഞുങ്ങളുണ്ട്, ജോലി ചെയ്യുന്നവരുണ്ട്, ബിസിനസ് ചെയ്യുന്നവരുണ്ട്, കുടുംബമായി പാർക്കുന്നവരുണ്ട്. അവരെല്ലാം ഞങ്ങൾ ഓർക്കുന്നു. ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്, അവർ വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരുണ്ട്. അവരെല്ലാം ഞങ്ങൾ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കാം. സകല നന്മകളാൽ നിറയ്ക്കണം, മഹത്വമെടുക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിച്ച്